BSc വരെ പഠിച്ച് നേഴ്സിംഗ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചതിന് ശേഷം അവളോട് പറയുക, നീ ജോലിക്ക് പോകാൻ പാടില്ല, നീ ഒരു കാര്യം ചെയ്യണം, നീ വീട്ടിലിരിക്കണം എന്ന് പറയുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഇവനെ പോലെയുള്ള തെണ്ടികൾക്ക് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന പിതാക്കന്മാരോടാണ് എനിക്ക് പറയാനുള്ളത്. ജോലിക്ക് പോകാത്ത ഒരു പെണ്ണിനെയാണ് ഇവൻ ആവശ്യമെങ്കിൽ ഇവൻ എന്തിനാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കണം? അവന് വേറെ ജോലിയില്ലാതെ വീട്ടു ജോലി അല്ല പിന്നെ ഹൗസ് വൈഫായിട്ട് ഇരിക്കുന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ പോരെ? പഠിച്ച പെണ്ണിനെയും വേണം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പെണ്ണിനെയും വേണം, പക്ഷെ കല്യാണം കഴിച്ചാൽ പിന്നെ ജോലിക്ക് പോകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഒരു മണ്ടനാണ് ആ ഏറ്റുമാനൂരിലുള്ള ആ ഒരു പിതാവ് ഈ മകളെ കൈപിടിച്ച് കൊടുത്തത് എന്നുള്ളതാണ്. ഇപ്പോഴെന്തായി? 2 മക്കളും അതുപോലെ തന്നെ ഈ മകളും പോയില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റുമാനൂരിൽ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ച അമ്മയെയും മക്കളെയും പറ്റിയാണ്. അവനാണെങ്കിൽ നല്ല ജോലിയുണ്ട്, വലിയ വലിയ കുടുംബമാണ്, തിരുമേനി കുടുംബമാണ്. അതാണ് ഏറ്റവും വലിയ രസം. ഇവന്റെ ഒരു സഹോദരൻ എന്ന് പറയുന്നവൻ ഒരു തിരുമേനിയാണ്, അതായത് ഒരു പാതിരിയാണ്. ഈ പാതിരി എന്ന് പറയുന്നവൻ ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, അവനെ പറ്റിയിട്ടുള്ള ചില വാർത്തകൾ വരുമ്പോൾ അവൻ പാതിരിയാകാൻ ഈ അച്ഛൻ പട്ടം തന്നെ അവൻ്റെ എടുത്തു കളയണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവനെ പോലെയുള്ളവൻ ഒരു പള്ളിയിൽ കുർബാന നടത്തി കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് പോലും പുണ്യം കിട്ടൂല. അമ്മാതിരി ചെറ്റയാണ് ഈ പാതിരി എന്ന് പറയുന്ന നാറി. എന്നിട്ട് ഈ പിന്നെ സ്ത്രീയെയും അതുപോലെ തന്നെ ഈ 2 കുഞ്ഞുങ്ങളെയും ജീവിക്കാൻ വിടാതെ പുറകെ നടന്ന് തുരത്തി അടിക്കുക എന്ന് പറയുന്നില്ലേ? അമ്മാതിരി വേലത്തരമാണ് ഇവൻ ചെയ്തിരിക്കുന്നത്. അതായത് ഇവർക്ക് ഒരു ജോലി പോലും എവിടെയും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൻ വിദേശ രാജ്യങ്ങളിൽ നിന്നുവരെ ഇവൻ അവിടെ നിന്നും പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം ഉപദ്രവിക്കാൻ മുന്നിട്ട് നിന്നത് ഈ ഭർത്താവിൻ്റെ എന്തോ ബന്ധുവാ, സഹോദരനാ, എന്തോ ഒരു കുന്തം പറയുന്ന ഒരു പാതിരി, ഈ പള്ളിയിലെ അച്ഛനാണ്. സകല പള്ളിയിലെ അച്ഛന്മാർക്കും ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്, മോശം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവന്റെ പട്ടം തിരിച്ചെടുത്തിട്ട് ഈ നാറിയെ നാട്ടിലേക്ക് കയറ്റി വിടണം. ഇവനെല്ലാം തുറുങ്കിലടക്കണം ഇങ്ങനെയുള്ള ഈ പാതിരിമാരെ. ഇവനിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീ മരിച്ചത് കൊണ്ട് ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു. ഇതറിയാതെ ഇവൻ എത്ര ആൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടാകും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. എത്ര ആൾക്കാരുടെ ജീവിതം ഇവനിങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടാകും ഈ പാതിരി, ഈ പള്ളിയിലെ അച്ഛൻ്റെ പട്ടവും കെട്ടിയിട്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയും ഇവരുടെ ഭർത്താവും തമ്മിലുള്ള പ്രശ്നം വരെ ഇവനായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ഭർത്താക്കന്മാരെയും ഇതുപോലെയുള്ള പള്ളിയിലേച്ചന്മാരുള്ള വീട്ടിലേക്ക് പ്രമാണിമാരാണ്, മറ്റവന്മാരാണ്, പൈസയുണ്ട് എന്നൊക്കെ കരുതിയിട്ട് പെൺകുട്ടികളെ കെട്ടിച്ചു വിടുന്ന അച്ഛന്മാരോട്, അതായത് തന്തമാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രണാമവും പദവിയും മറ്റേ ഇതും മാത്രം നോക്കിയാൽ പോരാ. അവനൊക്കെ കുടുംബത്തിൽ ജീവിക്കുന്നത് മനുഷ്യനായിട്ടാണോ അല്ലെങ്കിൽ ചെറ്റയായിട്ടാണോ എന്നുപോലും നിങ്ങൾ നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങൾ നല്ല വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക് കൊടുക്കും, BSc നേഴ്സിംഗും അതും പഠിപ്പിച്ചിട്ട് വിദേശ രാജ്യങ്ങളിൽ വിടും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ തുറങ്കിലാന്ന്. പിന്നെ ഇവിടെ നിന്ന് അനങ്ങാൻ പാടില്ല, നിൽക്കാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല. ഈ സ്ത്രീ അവിടുന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് 2 മക്കളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കനെ വേർതിരിച്ച് 14 വയസ്സുള്ള ചെറുക്കനെ കൊണ്ടുവരെ ഇവർ കേസ് കൊടുപ്പിച്ച്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയും 2 പെൺകുട്ടികളും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇവർ നെട്ടോട്ടം ഓടുകയാണ്. ഇവർക്ക് ഒരുപാട് കടമുണ്ടായിരുന്നു. ആ കടം വീടാൻ വേണ്ടിയിട്ട് അതിന് കുറച്ച് സാവകാശത്തിന് വേണ്ടിയിട്ട് അവിടെയും ഈ അച്ഛൻ എന്ന് പറയുന്ന തെണ്ടി പാരവെച്ചു എന്നാണ് പറയുന്നത്. ഈ പൈങ്കിളി അച്ഛൻ ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇവനെയൊക്കെ എങ്ങനെയാണ് പള്ളിയിലെ അച്ഛൻ എന്ന് വിളിക്കുക? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം ഇവനെ പോലെയുള്ള ഈ നാറികളുള്ള വീട്ടിലേക്കാണ് ഈ സ്ത്രീയെ കെട്ടിച്ചു വിട്ടത്. ഇതിനെ വേറെ ഏതോ ഒരു കൂലിപ്പണിക്കാരന് കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അന്തസ്സായിട്ട് ജീവിച്ചേനെ. അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള ഭർത്താവ് ഉദ്യോഗസ്ഥന്മാർ ഇല്ലെങ്കിൽ എന്ന് പറയുന്ന ഭർത്താവ് ഉദ്യോഗം, അതായത് ഈ ജോലി മറ്റേ എന്നവരുടെ മർച്ചന്റ് നേവി ആവില്ല അവൻ്റെ ജോലി, അവനത് പുഴുകി തന്നിട്ട് എന്നിട്ട് ഈ ചെറ്റ വന്നിട്ട് കരിയുന്നു ഇവരുടെ പിന്നെ എന്നവരുടെ മൃതദേഹത്തിനടുത്ത് വന്നിട്ട് ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ ഓനെ തിന്നാൻ കൊടുക്കുകയല്ലേ വേണ്ടത് നടന്ന് ഇതുപോലെ ഹമുക്കിന്. എന്നിട്ട് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ കുടുംബത്തോട് പിടിച്ചിട്ട് ഇറ്റുകളെ ജയിലിലടക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെ പ്രമാണിമാരല്ലേ നാട്ടിലെ പള്ളിക്കും പട്ടത്തിനും മറ്റേ സകലേനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാരി കൊടുക്കുമല്ലേ. പക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് സമാധാനം കൊടുക്കത്തില്ല. അതൊരു കാര്യമാണ്. ഇവന്മാർ വീട്ടിലേക്കല്ലേ ഇനി ഏതെങ്കിലും ഒരു ചെറിയൊരു ഇതിലേക്കൊരു നിങ്ങൾ അയക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയുള്ളവർ മര്യാദയ്ക്ക് ജോലി ചെയ്യുക. അല്ലാതെ ജോലി വേണ്ടാത്ത ഒരു സ്ത്രീയാണ് കല്യാണം കഴിക്കേണ്ടതെങ്കിൽ ആ ജോലി ഇല്ലാത്ത ആൾക്കാരെ പോയി കല്യാണം കഴിക്കുക. കല്യാണം കഴിച്ചതിന് ശേഷം നീ ജോലിക്ക് പോകാൻ പാടില്ല, നിന്റെ പൈസ വേണ്ട, നിന്റെ പൈസേനെ കൊണ്ടല്ല ഇവിടെ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറയുന്ന ഒരുപാട് ടീമുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
ഒരുപാട് ഭർത്താക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെ പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ടി വരും. അതായത് ഇവൻ ആദ്യം ഈ സ്ത്രീയുടെ ജോലി കളഞ്ഞ് 3-4 വർഷത്തോളമായി ഇവർ നേഴ്സിംഗ് ഫീൽഡിലേ ഇല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ്റെ സ്വഭാവം തനിയെ എടുക്കൽ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാതെ പിന്നെ നിൽക്കുന്ന ഒരു പാതിരിയുണ്ട്, ആ അച്ഛൻ, പള്ളിയിലെ അച്ഛൻ, അവന് സൂക്കേട് തുടങ്ങി. സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലെ അച്ഛന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. അവരെയൊക്കെ നമ്മൾ കാണുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതുപോലെയുള്ള ചെറ്റ സ്വഭാവം കാണിക്കുമ്പോൾ ഇവനെയൊക്കെ എങ്ങനെയാണ് പാതിരി എന്ന് വിളിക്കാൻ തോന്നുക? അതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഈ മരണത്തിന് ഉത്തരവാദി ഏതെങ്കിലും കാരണത്താൽ ഈ പള്ളിയിലെ അച്ഛൻ ഉണ്ടെങ്കിൽ അയാളെ തീർച്ചയായിട്ടും പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അയാൾ അച്ഛൻ പട്ടം വരെ തിരിച്ചെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെന്താ വെച്ചാൽ അങ്ങനെ സാധിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനൊക്കെ കല്യാണം കഴിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് പിന്നെന്ന് പറഞ്ഞാൽ ഇവർ അങ്ങ് തടവിലിടുകയാണ്. അതായത് ഇനി ഇവർ എവിടെയും പോകത്തില്ല. 3-4 കുഞ്ഞുങ്ങളായി. അതായത് ഇനിയിപ്പോൾ എക്സ്പീരിയൻസും ഇല്ല, പൈസയും ഇല്ല. ഇനി ഇവൻ അടിമയായിട്ട് ഇങ്ങനെ ജീവിച്ചോളണം. ഇതാണ് ഇവരൊക്കെ കാണുന്ന ഒരു എന്താ പറയേണ്ടത് വലിയ വലിയ കുടുംബം എന്ന് പറയുന്നത്. ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ നേഴ്സുമാർ തന്നെയാണ്. ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഈ നേഴ്സുമാർക്കുള്ളതെന്ന് പറഞ്ഞാൽ വിദേശത്ത് നല്ല ജോലി അവർക്ക് ഉണ്ടാകും. പക്ഷേങ്കിലെന്ന് പറഞ്ഞാൽ അവരൊരു വലിയ ജോലിക്കാരനെ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ജോലിക്ക് വിടൂല, ആ ജോലി അങ്ങ് പോകും. ഒന്നുമില്ലാത്തവനെ കെട്ടിക്കഴിഞ്ഞാലും അവൻ കുടിച്ച് കൂത്താടി നടന്നിട്ട് പിന്നെ ഇതിനിടയ്ക്ക് കണ്ടില്ലേ ഈ മറ്റേ എന്നാന്ന് വലിയ ഒരു ടീമിനെ പോലെ മറ്റേ ബാങ്ക് കൊള്ളയടിച്ച് അവനെ പോലെയുള്ള ഭർത്താക്കന്മാരായിരിക്കും. ഇങ്ങനെയൊക്കെ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നത്തെ തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജീവിതം തിരഞ്ഞെടുക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജീവിതം തിരഞ്ഞെടുക്കുക. അത് ചുഴ്ന്നു നോക്കിയിട്ടാണെങ്കിൽ അങ്ങനെ എല്ലാവരും പറയുന്നത് ചുഴ്ന്നു നോക്കാൻ കഴിയുമോ? ചുഴ്ന്നു നോക്കാൻ കഴിയും. ഈ പ്രമാണിത്വവും അല്ലെങ്കിൽ പൈസയും മാത്രമല്ല ജീവിതത്തിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. നല്ല നല്ല മനുഷ്യന്മാരെ കണ്ടെത്തുക, അവരുമായിട്ട് കല്യാണം നടത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ഇവനൊക്കെ എന്ന് പറഞ്ഞ് ഒരു 5-8 മാസം കഴിയുമ്പോൾ വീണ്ടും കെട്ടാൻ നടക്കും. അത് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഒരാൾ പോലും ഇവനൊന്നും ഒരു പെണ്ണിനെയും കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈറ്റകളെ സമൂഹത്തിൽ വരെ എല്ലാവരും നികഷ്ട ജീവികളെ പോലെ കാണണം. തുപ്പിയാട്ടണ ഈറ്റകളെ കാണുമ്പോൾ അതാണ് വേണ്ടത്. അമ്മാതിരി ചെറ്റത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും 2 മക്കളും കൂടി ട്രെയിനിൻ്റെ മുന്നിൽ ചാടി മരിച്ചു എന്ന് മാത്രമാണ്. അപ്പോൾ ഇപ്പോഴും ഒരു 3-4 ദിവസമാകുമ്പോഴാണ് ഇവരുടെ കുടുംബത്തിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ എങ്ങനെയാണ് ജീവിച്ചത്, ഇവരെന്തായിരുന്നു ആ വീട്ടിൽ, ഇവരുടെ സ്ഥാനം എന്നുള്ളതൊക്കെ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മളെല്ലാവരും വിചാരിക്കുമ്പോഴെന്താണ്, വലിയ കുടുംബമാണ്, പുറത്തു നിന്ന് നോക്കുന്നവർക്ക് വലിയ കൊട്ടാരം പോലെയുള്ള വീടുണ്ട്, ഇഷ്ടം പോലെ പൈസയുണ്ട്, വീട്ടിലാണെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരുടെ നീണ്ട നിര തന്നെയുണ്ട്, അങ്ങനെയുള്ള വലിയ വലിയ കുടുംബമാണ്. ഇതൊക്കെയാണെന്ന് നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഇതന്നെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ അനുഭവിക്കുന്ന മാനസിക ടെൻഷൻ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ മർദ്ദനം വരെയുണ്ട് എന്നാണ് പറയുന്നത്. വീട്ടിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്നത് വരെ ഇവർക്കൊരു ലഹരിയാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇവരുടെ വീട്ടിലുള്ള ഒരു പെണ്ണുങ്ങൾ ഇവർ തൊടുകയും ചെയ്യില്ല. ഇവരുടെ വീട്ടിലുള്ള ഇവൻ്റെയൊക്കെ സഹോദരിമാരായാലും മറ്റേവരായാലും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ജീവിക്കണം, നല്ല ജോലിക്ക് പോകണം, ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ കാഴ്ചപ്പാട്. പക്ഷേ ഈ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ഇവൻ്റെയൊക്കെ കാഴ്ചപ്പാട് വേറെയാണ്. അപ്പോൾ കുടുംബം അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്കെതിരെ തിരിഞ്ഞു. അങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ കുറേ നാളുകളായിട്ട് വിട്ടു നിൽക്കുകയാണ്. ഇവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇവർ ചെയ്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുക. അതാണ് ഇവർ ആദ്യം ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഇവർ പിന്നെ വലിയ വലിയ സഭാ നേതൃത്വങ്ങൾ നടത്തുന്ന ആശുപത്രിയിലൊക്കെ കയറി, എന്തിനധികം പറയുന്നത് ഈ അവിടെയുള്ള കാരിത്താസിലും അതുപോലെയുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറിയപ്പോഴേ ഇവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞു, ജോലി കൊടുക്കരുത്, അവൾക്ക് ജോലി കൊടുക്കരുത് എന്ന് എല്ലാ സ്ഥലത്തൊന്നും വിളിച്ചു പറഞ്ഞു. അതുപോലത്തെ 3-4 ലക്ഷം രൂപ ലോൺ ഉണ്ടായത് അടക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സാവകാശം കൊടുത്തപ്പോൾ പറഞ്ഞു, കൊടുക്കരുതേ, സാവകാശം കൊടുക്കരുതേ, അവളെയും കുഞ്ഞിനെയും നമുക്ക് ഇവിടെ നിന്ന് കെട്ടിക്കണം എന്നുള്ള തരത്തിൽ ഒരു പാവം പെണ്ണിനെയും അതുപോലെ തന്നെ 2 മക്കളെയും കെട്ടിച്ചിട്ട് ഇവിടെ എന്ത് നേടിയടാ നിങ്ങൾ? പാതിരി കുടുംബങ്ങളെ എന്ത് നേടി? നാണമില്ലെന്ന് എനിക്കൊന്നും, നീയൊക്കെ വല്ല ഉളുപ്പുമില്ലെന്ന് എനിക്കൊന്നും, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇമാതിരി കൂതറകൾക്ക് ആരെങ്കിലും ഈ അച്ചംപാട്ടം കൊടുക്കും, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രമാത്രം നികൃഷ്ടജീവിയായി ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതായത് ഇവനിപ്പോൾ ഏതോ വിദേശ രാജ്യത്ത് നിന്നിട്ടാണ് മൊത്തം ഈ കാലചക്രങ്ങൾ ഇങ്ങനെ തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവൻ്റെ ആ ചക്രം തിരിക്കൽ നമുക്ക് ഇന്ത്യയിൽ കേരളത്തിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞതിന് ശേഷം അവനെ പൂട്ടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവനെയൊക്കെ പോലെയുള്ള ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇത്രയും വൃത്തികെട്ടവന്മാരാണ് ഈ കുടുംബക്കാർ. അതാണ് ഞാൻ ആലോചിച്ചത്. ഇത്രയും വൃത്തി, ഇപ്പം എന്തൊക്കെയാണ് അവരെ പറ്റിയിട്ട് എന്തൊക്കെ വാർത്തകളാണ് വരുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം.
അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളെല്ലാവരും വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇതുപോലെയൊന്നും ആരും ചെയ്യരുത്. ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ ഇത് എവിടെയെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സഹായത്തിന് വന്നേനെ. പക്ഷേ ആ സ്ത്രീ ആണെങ്കിൽ ഇത് എവിടെയും തുറന്നു പറഞ്ഞതുമില്ല. അതാണ് അവർക്ക് പറ്റിയ ഒരു വലിയൊരു ഫാൾട്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുജനങ്ങളോട് തുറന്നു പറയാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതിനുള്ള ഓപ്ഷൻസും ഇന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും നിർബന്ധമായിട്ടും വേണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഷെയർ ചെയ്യുകയും വേണം. ഇത് ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ ഈ വീഡിയോ. നന്ദി, നമസ്കാരം.